അടുത്ത കാര്യം ഇത്തവണത്തെ വോട്ട് വിഹിതം എത്രയായിരിക്കും, ആർക്കായിരിക്കും കൂടുതൽ വോട്ട് വിഹിതം കിട്ടുന്നത്, അത് UDF-നായിരിക്കുമോ LDF-നായിരിക്കുമോ എന്നുള്ള നേരിട്ടുള്ള കണ്ടെത്തലാണ് സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. LDF-ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത് 37.9% വോട്ടുകളാണ്. 37.9%. UDF-ന് 39.7% എന്നുള്ളതാണ് കണക്ക്. NDA-ക്ക് 15.3%. മറ്റുള്ളവർ 1.2. ഇതുവരെ അഭിപ്രായം പറയാത്തവരുടെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ 2.9%. അതുപോലെ തന്നെ അഭിപ്രായം പറയാത്ത പറയാൻ പറ്റില്ല എന്ന് പറയുന്നവർ 3%. ഇതുവരെ തീരുമാനമെടുക്കാത്തവരാണ് 2.9%. അതേസമയം പറയാൻ പറ്റില്ല എന്നുള്ളത് 3%. എന്തായാലും ഇക്കാര്യത്തിൽ UDF-ന് നേരിയൊരു മേൽക്കൈ കിട്ടുകയാണ്. 39.7% വോട്ട് വിഹിതമാണ് UDF-ന് കിട്ടാൻ പോകുന്നത്. അതേസമയം LDF-നാകട്ടെ 37.9% എന്നുള്ളതാണ്. ആദ്യഘട്ട സർവേയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ആദ്യഘട്ട സർവേയിൽ നേരിയ ഒരു മുൻതൂക്കം LDF-നുണ്ടായിരുന്നു. പക്ഷേ മിനിയാന്ന് വരെയുള്ള മാർച്ച് 30 വരെയുള്ള ഡേറ്റയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ചെറിയൊരു മുൻതൂക്കം ഇവിടെ വോട്ട് വിഹിതത്തിൽ UDF-ന് കിട്ടുകയാണ്. 1%-ലേറെ വ്യത്യാസം അവിടെ UDF-ന് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 37.9%-വും 39.7%-വും. NDA-ക്ക് 15.3% എന്നുള്ളതാണ് കണക്ക്. ഇതിൽ തന്നെ മേഖല തിരിച്ചുള്ള കണക്കുകളുമുണ്ട്. സജിത്ത്, മറ്റു വിവരങ്ങൾ എന്താണ് ഇതിലെ? മഞ്ജുഷ, സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഉള്ളടക്കമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നോക്കുക, ആദ്യ ട്രാക്കറിൽ ഇടതുപക്ഷത്തിന് വോട്ട് ഷെയറിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് UDF-ലേക്ക് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണ ഇടതുമുന്നണി ആദ്യ ട്രാക്കറിൽ 41% വോട്ടുകൾ അവർ നേടുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത് 37.9% ഇടതുപക്ഷത്തിന് LDF-ന് ലഭിക്കുന്ന വോട്ടുകൾ ഈ സർവേ കണക്കെടുപ്പിൽ കുറയുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മഞ്ജുഷ, ഇതിൽ നമുക്ക് പരിശോധിച്ച് പോകേണ്ടത് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് ആദ്യ സർവേയിൽ പറഞ്ഞത് 2.9% ആളുകളാണ്. പക്ഷേ ഇത്തവണ അത് ആദ്യ സർവേയിൽ തീരുമാനമെടുക്കാത്തവർ 1.5% ആളുകളാണെങ്കിൽ ഇത്തവണ അത് 2.9% ആളുകൾ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് നിലപാട് എടുത്തിട്ടുണ്ട്. ഇനിയും തീരുമാനിക്കാത്തവരുടെ എണ്ണം 2.9%. അതായത് കഴിഞ്ഞ തവണത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ, അതല്ലേ കഴിഞ്ഞ തവണത്തെ നമ്മൾ ഒന്നാം ഘട്ട സർവേ നടത്തിയപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാൾ 3% വോട്ട് കൂടുതൽ UDF-ന് വരുന്നു. 1.5% വോട്ട് LDF-ന് കൂടുതലായിട്ട് വരുന്നു. അവിടെ LDF-നായിരുന്നു കഴിഞ്ഞ തവണ ഒന്നാം ഘട്ട സർവേയിൽ മാർച്ച് 21 വരെയുള്ള സർവേയിൽ വോട്ട് ശതമാനം കൂടുതൽ. പക്ഷേ ഇപ്പോൾ അത് UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതായത് ആകെ വ്യത്യാസം 1.8% വോട്ടിൻ്റെ ഡിഫറൻസ് വരികയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നേരിയൊരു വ്യത്യാസം 1.8% ഒരു വ്യത്യാസം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടും എന്നാണ് രണ്ടാം ഘട്ട സർവേ പറയുന്നത്. ഇതിനെ എങ്ങനെ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കിട്ടിയ ഈ ആനുകൂല്യം അതെങ്ങനെ സീറ്റുകളുടെ എണ്ണത്തിലേക്ക് മാറും? അവിടെ കഴിഞ്ഞ സർവേയിൽ കണ്ടതുപോലെ LDF-ന് തന്നെയായിരിക്കുമോ സീറ്റുകൾ കൂടുതൽ, അതോ അത് UDF-ലേക്ക് തിരിയുകയാണോ? കഴിഞ്ഞ തവണത്തെ സർവേ നടത്തുമ്പോൾ UDF-ലെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിലെ തർക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്ന സമയം കൂടിയായിരുന്നു. പക്ഷേ അതിനുശേഷം കളത്തിലേക്ക് UDF സ്ഥാനാർത്ഥികൾ പൂർണ്ണമായിട്ടും ഇറങ്ങി കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ചു വന്നു. അപ്പോഴാണ് രണ്ടാം ഘട്ട സർവേ നടന്നത്. അപ്പോൾ എങ്ങനെ ഇത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു? ആ ഡേറ്റ കൂടി നോക്കാം. ഏത് രീതിയിലാണ് കേരളം ചിന്തിക്കുന്നത്? വോട്ട് വൈബ് സർവേയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ എത്ര സീറ്റുകൾ UDF-ന്, എത്ര സീറ്റുകൾ LDF-ന് എന്നുള്ള കണക്ക് വരികയാണ്. അതിൽ UDF-ന് 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. LDF-ന് 64 മുതൽ 70 സീറ്റ് വരെ. ഒന്നാം ഘട്ട സർവേയിൽ ഇത് 71 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ 64 മുതൽ 70 സീറ്റ് വരെ എന്നുള്ളതാണ്. UDF-ന് 67 മുതൽ 73 സീറ്റുകൾ വരെ എന്നാണ്. സിംഗിൾ ഡിജിറ്റിൽ കഴിഞ്ഞ സർവേയിൽ 71 ആയിരുന്നു. പക്ഷേ അത് 74 വരെ കൂടാം LDF-ന് എന്നും ഉണ്ടായിരുന്നു. +or-3 ആയിരുന്നു അതിൽ പോൾ ട്രാക്കറിൽ വന്നിട്ടുള്ള വിവരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സർവേയിൽ 74 സീറ്റുകൾ വരെ കിട്ടാമായിരുന്നു LDF-ന്. പക്ഷേ
ഈ സർവേ വരുമ്പോൾ LDFന് 64 മുതൽ 70 സീറ്റുകൾ വരെ എന്നായിരിക്കുകയാണ്. UDFന് 67 മുതൽ 73 വരെ എന്നുള്ളത്. കഴിഞ്ഞ സർവേയിൽ 68 വരെയായിരുന്നു പരമാവധി. പക്ഷേ ഇവിടെ UDFന് 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം. NDAക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ള നിർണായകമായ വിവരവും ഈ സർവേയിൽ പുറത്തു വരികയാണ്. രണ്ടാം ഘട്ട സർവേ അനുസരിച്ച്, വോട്ട് വൈബിന്റെ രണ്ടാം ഘട്ട സർവേ അനുസരിച്ച് UDFനാണ് മേൽക്കൈ. 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം. LDFന് 64 മുതൽ 70 സീറ്റ് വരെ, NDAക്ക് 1 മുതൽ 5 വരെ. പക്ഷേ മോശം സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 67 സീറ്റായിട്ട് UDFന്റേത് കുറയാം എന്നുള്ളതുണ്ട്. നല്ല സാഹചര്യമാണെങ്കിൽ LDFന് 70 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതുമുണ്ട്. സജിത്ത്, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. കറക്റ്റാണ്. സംസ്ഥാനത്ത് നേരിയ മുൻതൂക്കം UDF തിരികെ പിടിക്കുന്നു ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്നാണ് സാഹചര്യം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇഞ്ചോടിഞ്ച് തന്നെയാണ് ചിത്രം. അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഈ വോട്ട് വൈബിൻ്റെ ആദ്യ സർവേയിൽ തന്നെ കൃത്യമായി തന്നെ ആ സൂചനയുണ്ടായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാണ് എങ്കിൽ പോലും LDFന് നേരിയ എഡ്ജ് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തിരികെ മാറുന്നു. ഏകദേശം 3% വോട്ടുകളിലെ മാറ്റം UDFന് കണ്ടു കഴിഞ്ഞു. അതാണിപ്പോൾ ഈ സീറ്റ് നിലയിലും മാറ്റം ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇതിൽ മാറ്റം ഉണ്ടായേക്കാം. അടുത്ത ഘട്ട സർവേകളിലുമൊക്കെ ഈ മാറ്റം പ്രതിഫലിച്ചേക്കാം. ഇപ്പോൾ നേരിയ എഡ്ജ് തീർച്ചയായും UDFന് തന്നെയാണ്. UDF മുന്നേറി എന്നതാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മഞ്ജുഷ, ഇതിൽ മേഖല തിരിച്ചുള്ള കണക്കെടുപ്പും ഏറെ ശ്രദ്ധേയമായിരിക്കാം. കാരണം വടക്കൻ കേരളത്തിൽ 48 സീറ്റുകളാണുള്ളത്. വടക്കൻ കേരളത്തിൽ നമ്മുടെ ഈ സർവേ പ്രകാരം ഇടതുമുന്നണി 18 മുതൽ 20 സീറ്റ് വരെ നേടാം. UDF 28 മുതൽ 30 വരെ സീറ്റുകൾ നേടിയേക്കാം. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ 23 മുതൽ 25 വരെ LDFും ഒപ്പം 27 മുതൽ 29 വരെ അവിടെ UDFും നേടുമെന്നതാണ്. തെക്കൻ കേരളത്തിൻ്റെ കണക്കാണ് ശ്രദ്ധേയം. തെക്കൻ കേരളത്തിൽ 39 സീറ്റുകളാണ്. 39 സീറ്റുകളിൽ 23 മുതൽ 25 വരെ LDFും 12 മുതൽ 14 വരെ UDFും എന്നതാണ്. NDAയുടെ കണക്ക് നോക്കുമ്പോൾ അവർക്ക് മധ്യ കേരളത്തിൽ 2 സീറ്റ് വരെ ലഭിച്ചേക്കാം. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 3 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അതായത് ആദ്യഘട്ട സർവേയിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LDFന് 4 സീറ്റ് വരെ നഷ്ടമാകാം എന്നുള്ളതാണ്. ആദ്യഘട്ട സർവേയിൽ കിട്ടുമെന്ന് കരുതിയിരുന്ന 4 സീറ്റുകൾ LDFന് നഷ്ടപ്പെടാം എന്നുള്ളതാണ്. അത് 2 വടക്കൻ കേരളത്തിലാണ്, 1 വീതം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ്. 3 UDFന് കഴിഞ്ഞ ഘട്ട സർവേയിലേക്കാൾ കൂടുതൽ വരും. 1 NDAക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതുമാണ്. അത് ഓരോ മേഖല തിരിച്ചുള്ള കണക്കുകളും വന്നിട്ടുണ്ട്. വടക്കൻ മേഖല എന്നുദ്ദേശിക്കുന്നത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളാണ്. അവിടുത്തെ 48 സീറ്റുകളിലാണ് അവിടെ മേൽക്കൈ കിട്ടാൻ പോകുന്നത് UDFനാണ് എന്നുള്ളതാണ്. അതേസമയം മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം മധ്യ കേരളത്തിലും UDFന് തന്നെയാണ് മേൽക്കൈ എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിൽ 18 മുതൽ 20 സീറ്റുകൾ വരെ LDFന്, 28 മുതൽ 30 സീറ്റുകൾ വരെ UDFന് എന്നുള്ളതാണ്. അതേസമയം മധ്യ കേരളം വരുമ്പോൾ 23 മുതൽ 25 സീറ്റുകൾ വരെ LDFന്, UDFന് നേരിയ മുൻതൂക്കം 27 മുതൽ 29 വരെ. അവിടെ NDA 2 സീറ്റുകൾ എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.